നമസ്കാരം. ഡാറ്റ മൈൻ 360യിലേക്ക് സ്വാഗതം. ലോകകപ്പിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നും പങ്കുവയ്ക്കുന്നത്. 2002 മെയ് 31. ആ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ മറന്നാലും ഫ്രാൻസ് മറക്കില്ല. കാരണം 2002 മെയ് 31 റഷ്യയിൽ നടന്ന ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിന് വലിയ അട്ടിമറി നേരിടേണ്ടി വന്നു. അന്നത്തെ ലോക ചാമ്പ്യന്മാരെന്ന പകിട്ടുമായി എത്തിയ ഫ്രാൻസിനെ അട്ടിമറിച്ചത് സെനഗൽ എന്ന ഒരു ആഫ്രിക്കൻ രാഷ്ട്രമായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സെനഗലിന്റെ അന്നത്തെ വിജയം. ഫ്രാൻസ് അന്ന് ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാരായി ആ ലോകകപ്പിൽ അസ്തമിച്ചു. സെനഗലാകട്ടെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി തങ്ങളുടെ കളിമിടുക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് സെനഗൽ ശ്രദ്ധേയമാകുന്നത്. 2002 ഈ ലോകകപ്പ് തോൽവി ഫ്രാൻസിന്റെ ആരാധകരുടെ മനസ്സിലും കളിക്കാരുടെ മനസ്സിലും വലിയ ഒരു വിങ്ങലായി നിൽക്കുകയാണ്. അന്നത്തെ തോൽവിക്ക് പകരം വീട്ടാൻ ഫ്രാൻസിനിതാ ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു. 17 പുലർച്ചെ 12:30 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടുകയാണ്. അട്ടിമറി ഉണ്ടാകുമോ അതോ മധുര പ്രതികാരമായിരിക്കുമോ? കായിക ലോകം കാത്തുനിൽക്കുന്നത് ആ മത്സരഫലത്തിലേക്കാണ്. സെനഗലിനെ തകർക്കുക മാത്രമല്ല 2026 ലോകകപ്പ് നേടുക എന്നതാണ് എംബാപ്പയുടെയും കൂട്ടരുടെയും ലക്ഷ്യം. നിലവിലുള്ള റണ്ണറപ്പ് 1998 2018 ചാമ്പ്യന്മാർ, 2006 2022 ഫൈനൽ കളിച്ച ചരിത്രം. ഇത്തവണ ഫൈനലിലെത്തിയാൽ തുടർച്ചയായി 3 തവണ ഫൈനലിലെത്തുന്ന രാജ്യമെന്ന റെക്കോർഡിനൊപ്പമെത്താൻ ഫ്രാൻസിന് കഴിയും. ജർമ്മനിയും ബ്രസീലുമാണ് ഇത്തരത്തിൽ തുടർച്ചയായി 3 ലോകകപ്പ് ഫൈനൽ കളിച്ച മറ്റ് 2 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ റെക്കോർഡിനൊപ്പമാണ് ഫ്രാൻസ് ഫൈനൽ കളിച്ചാൽ എത്താൻ പോകുന്നത്. സൂപ്പർ താരം എംബാപ്പയാണ് ഫ്രാൻസിന്റെ തുരുപ്പുചീട്ട്. എംബാപ്പയാണ് ഫ്രാൻസിനെ നയിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 8 ഗോൾ നേടി ഗോൾവേട്ടക്കാരിൽ മുമ്പനായിരുന്നു എംബാപ്പെ. ഇത്തവണ 5 ഗോൾ കൂടി നേടിയാൽ എംബാപ്പെ ലോക റെക്കോർഡിനും ഒപ്പമെത്തും. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ PSG താരം 35 ഗോളുകൾ സ്കോർ ചെയ്ത ഡംബലെ ടീമിലെ പ്രധാന താരമാണ്. മൈക്കൽ ഒലീസ്, സിസേർ ദൂതി, റയൻ ചർക്കി, വില്യം സാലിബ എന്നിവരും ടീമിന്റെ പ്രതീക്ഷകളാണ്. 2018 ലോകകപ്പ് നേടിയ ടീമിൽ നിന്ന് ലൂക്കാസ് ഫെർണാണ്ടസ്, എൻഗോള കാന്റ എന്നിവരും ടീമിന്റെ ഭാഗമായുണ്ട്. പരിശീലകനായ ദിദിയർ ദശാംസിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ ലോകകപ്പ്. 2002 ഫ്രാൻസിനെ അട്ടിമറിച്ച ടീമിലുണ്ടായിരുന്ന പാപ്പെ തിയാവെയാണ് സെനഗലിന്റെ കോച്ച്. 3 ലോകകപ്പ് കളിച്ചതിൽ 2 ലോകകപ്പുകളിലും ആദ്യ മത്സരത്തിൽ ജയിച്ച ചരിത്രം സെനഗലിനുണ്ട്. ഇദ്രിസ ഗുയെ, കലിഡോ കൌലിബാലി, സാഡിയോ മാനെ, എഡ്വാർഡ് മെൻഡി തുടങ്ങിയ പരിചയസമ്പന്നർ ഉൾപ്പെട്ട ടീമാണ് ഇക്കുറി സെനഗലിന്റേത്. ഫ്രാൻസിന്റെ വെല്ലുവിളി നേരിടാൻ തങ്ങൾ ഒരുക്കമാണെന്ന് സെനഗൽ കോച്ച് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഐവറി കോസ്റ്റിനോട് പരാജയപ്പെട്ടത് ഫ്രാൻസ് നിരയെ ഞെട്ടിച്ചിരുന്നു. ജയത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കാത്ത ഫ്രാൻസ് തകർപ്പൻ കളി പുറത്തെടുത്ത് തങ്ങളുടെ ചാമ്പ്യൻ പട്ടത്തിലേക്കുള്ള നീക്കം വേഗത്തിലാക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.